ഹായ്, കിഡൂസ് കോർണറിലോട്ട് സ്വാഗതം. ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇപ്പോൾ അതിൻ്റെ മേലെ എഴുതിയത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ലേ? സ്റ്റാമ്പ് ആൽബം. 80s 90s കിഡ്സിന് കുറച്ചുകൂടെ പരിചയം ഉണ്ടാവും അല്ലേ? ഇപ്പോഴത്തെ ജനറേഷന് കുറച്ച് കുറവാണ്. പണ്ടത്തെ പോലെ അത്ര പോപ്പുലറായിട്ടുള്ള ഹോബി അല്ലെങ്കിലും ഇപ്പോഴും ഇതൊരു ഹോബി തന്നെയാണ് അല്ലേ? സ്റ്റാമ്പ് കളക്ഷൻ. വെക്കേഷന് ആയതുകൊണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇങ്ങനെ പഴയ അൽമാരിയിലൊന്ന് പഴയ ബുക്കും കാര്യങ്ങളൊക്കെ തപ്പിയപ്പോൾ കിട്ടിയതാണ്. എൻ്റെയും എൻ്റെ ബ്രദറുടെയും ഹോബിയായിരുന്നു ഈ സ്റ്റാമ്പ് കളക്ഷൻ. പലതരം ഹോബി ഉണ്ടായിരുന്നു പണ്ടല്ലേ. സ്റ്റാമ്പ് കളക്ഷൻ, പിന്നെ ഫെദർ കളക്ഷൻ. ഞങ്ങൾക്കും ഉണ്ടായിരുന്നു, ഫെദർ കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ കാർഡ്സ്, ഈ റെസ്ലേഴ്സിൻ്റെ അല്ലേ, WWF റെസ്ലേഴ്സിൻ്റെ കാർഡ്സ്. പിന്നെ അതുപോലെ ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെ ഒരു ബബിൾ ഗം, മീൻസ് ഒരു ചൂയിങ് ഗം ഇല്ലേ, സെൻറ്റർ ഫ്രഷ് പണ്ടത്തെ, അത് വാങ്ങുമ്പോൾ ആ സമയം ഓരോ കാർഡ് അല്ലേ, ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെ കാർഡ്, അത് കളക്ട് ചെയ്യൽ. ഇങ്ങനെ കുറേ ഹോബീസ് ഉണ്ടായിരുന്നു. പിന്നെ മാച്ച് ബോക്സ്, ഇതും ഉണ്ടായിരുന്നു. നോക്കട്ടെ, തപ്പിയ മാച്ച് ബോക്സിൻ്റെയൊക്കെ ആ ബുക്ക്, മാച്ച് ബോക്സിൻ്റെയൊക്കെ ബുക്ക് കിട്ടിയെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ സ്റ്റാമ്പ് കളക്ഷൻ ഹോബി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. സ്റ്റാമ്പ് കുട്ടികൾക്കറിയോ സ്റ്റാമ്പ് കളക്ഷന് എന്താ പറയുക എന്നുള്ളത്? ഹോബി ഓഫ് സ്റ്റാമ്പ് കളക്ഷൻ ഇസ് കോൾഡ് ഫിലാറ്റലി അല്ലേ? പേഴ്സണിനെ പറയും ഫിലാറ്റലിസ്റ്റ്. ഇച്ചൂട്ടിക്കും ദച്ചൂട്ടിക്കൊക്കെ ഇതൊരു എന്താ പറയുക, ഒരു വളരെ കൗതുകമായ ഒരു കാഴ്ചയായിരുന്നു. സോ അവർക്കും കൂടി ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന രീതിയിലാണ് ഞാനിങ്ങനെ അലമാരയൊക്കെ ഒന്ന് തട്ടി നോക്കിയത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. ഈ 2 ബുക്ക് ഫുള്ളായിട്ട് സ്റ്റാമ്പ്സ് ഉണ്ട്. ഈ 2 സ്റ്റാമ്പ് ആൽബം ഫുള്ളും സ്റ്റാമ്പ്സ് ഉണ്ട്. ഈ ബുക്കിൽ ഫുള്ളില്ല, എന്നാലും ഉണ്ട്. ഈ ബുക്കിൻ്റെ പ്രൈസ് കൂടി പറഞ്ഞു പോയിട്ടില്ല, 40 റുപ്പീസാണ്. അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓൾസോ. താങ്ക് യു.